ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഉമ്പി 2025 ഉമ്പി. അയ്യോ, ആ വർഷം തുടങ്ങിയില്ല അതിനു മുമ്പേ. അപ്പോൾ 2025 തീരുമാനമായിട്ടുണ്ട് എന്നറിയിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും സന്തോഷമായില്ലേ? നമുക്കെല്ലാവർക്കും ഇനി ഒരുമിച്ച് സഹിക്കാതില്ല. ഓക്കെ, എക്ലേഴ്സ് പിരിച്ചു വെച്ചേക്കുന്നോടാ മൂക്കിന്റെ അടുത്ത്. ഇതെനിക്ക് ഇന്നലെ ക്രിസ്മസ് ആപ്പ കരോണ്ട് വന്നപ്പോ തന്നതാ. പക്ഷെ നിനക്കിതാര് തന്നതാ? ഇവള് വിരിച്ചു വെച്ചതാണോ? അന്തരയുടെ കുസൃതിയൊക്കെ കൂടുന്നുണ്ട് കേട്ടോ കുറച്ച്. പിന്നിൽ വന്നു കണ്ണ് പൊത്താം. ആ വാ ആരെങ്കിലും ഒന്ന് പൊത്തടാ. കണ്ടുവെന്ന് കള്ളം ചൊല്ലാം. പക്ഷെ ഇത് കേട്ടില്ലാന്ന് കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ. കാണാത്ത കഥകളിലെ കേൾക്കാത്ത പാട്ടുകൾ കേൾക്കാം. ഉണവിലും കൈകളിലേന്തി ഊഞ്ഞാലാടാം. ആ ഊഞ്ഞാലാട്ടത്തില് പറന്നങ്ങോട്ട് പൊക്കോ. ഊഞ്ഞാലാടാം. പീലി നിർത്തുന്ന കോലമയിലായി. ആരാണ്ട് ഈ ചേച്ചിനെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. താങ്ക് യു എന്റെ പൊന്നു ചേച്ചി. അടുത്ത വീഡിയോ നോക്കാം. ഹലോ സനു, മഞ്ജു വാര്യറാണ്. സനുവിന്റെ വീഡിയോ ഞാൻ കണ്ടു. അമേസിങ് വർക്ക് കേട്ടോ. ഭയങ്കര അത്ഭുതമാണ് ഇങ്ങനെയൊക്കെ കഴിവുള്ളത്. എന്തായാലും നന്നായിരിക്കട്ടെ. ഈ മഞ്ജു വാര്യറിന്റെ ഈ ഡയലോഗ് വെച്ചിട്ട് എന്തുമാത്രം വീഡിയോസ് ആണെന്ന് അറിയാവോ? ഇവന്മാരെ സമ്മതിക്കണം. ഓൾ ദ ബെസ്റ്റ്. പിന്നാണ് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സാധിക്കാനാണോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എന്താണെങ്കിലും 2025 ആകുമ്പോഴാണ്. കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? അതോ നമ്മുടെ മഞ്ചട്ടിയും ടീംസും തന്നെയാണോ എപ്പോഴും ഭരിക്കുന്നത്? എന്താ വേണ്ടേ? വേണം. ആ എടുത്തോ. ഞങ്ങളുടെ പൈസ ഇല്ല. എന്താ അല്ലേ? മഞ്ചട്ടിയും ടീംസും മാത്രമല്ല, പുതിയ കുറെ ടീംസ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ. ആരാണ് ഇവരെ കൊണ്ടൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യിപ്പിക്കുന്നത്? പിള്ളേരെ പഠിപ്പിക്കാൻ അനുവദിക്കും. കുട്ടികൾക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതുപോലെ വിവേകാനന്ദൻ ബ്ലോഗ്സ് എന്നാണ് ഈ വ്യക്തിയുടെ പേര്. ഈ പേര് എടുത്ത് പറഞ്ഞെന്ന് എനിക്ക് തോന്നി. കാരണം ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നൊരു വെടലുണ്ട്, അരമണിക്കൂർ കോണയൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ. അവനെ വെച്ച് നോക്കുമ്പോൾ ഈ വ്യക്തി എന്ത് ഭേദമാണെന്ന് ഞാൻ ആലോചിക്കുന്നു. സന്തോഷ് ജോർജുകൾ അങ്ങനെ പറഞ്ഞ പോലെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഒരു C മാർക്കൊക്കെ കൊടുത്ത് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാടൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടിരുന്നതാണ്. ഹാറ്റ്സ് ഓഫ്. APJ അബ്ദുൽ കലാം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നിങ്ങൾ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്നുള്ളത്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ടാവും. ആരാണ് ഈ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്? എനിക്കൊന്ന് ഹയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഒരുമാതിരി ദുസ്വപ്നമായിപ്പോയി. ഇതൊരു പേടി സ്വപ്നമായിട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. നമസ്കാരം. മറ്റേ SBY ചേച്ചിയല്ലേ? ഇതെന്റെ അച്ഛൻ, ഇതെന്റെ അമ്മ. അച്ഛന് സുഖമില്ലാത്ത ആളാണ്. ഞാൻ കാണാൻ വന്നതാണ്. എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പാടില്ലേ? സുഖമില്ലാത്ത അച്ഛനും അമ്മേനെ കാണാൻ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇട്ട് ചാടി കളിക്കുന്നു. ഫോളോ ചെയ്യണേ. SBY ആണ് എൻ്റെ ചാനല്. ഇതൊക്കെ ഏത് നൂറ്റാണ്ടിന്ന് പൊട്ടി? ലോവറാണ്. ലോവറോ? ലവർ എന്നാ ഉദ്ദേശിച്ചത്. വായിക്കാനല്ലേ അറിയത്തുള്ളൂ, എഴുതാൻ അറിയില്ലല്ലോ. ആയ കാലത്ത് ക്ലാസ്സിൽ പോയില്ല, അതിൻ്റെ ലോവറാണ് പോലും. അപ്പൊ അപ്പുറം ആരാടാ?
സാരമില്ല, പെട്ടെന്ന് ഹയർ ആവട്ടെ. നിങ്ങളെ കൊണ്ടൊക്കെ അവൻ എഴുതിയതിൻ്റെ അക്ഷരത്തെറ്റ് കളിയാക്കാനല്ലേ പറ്റുള്ളൂ. പറ്റുമെങ്കിൽ അവൻ്റെ ID പേരൊന്ന് വായിച്ച് കാണിക്കാം. എന്തോ അവൻ്റെ ID പേര്? കഥയിക്കാര്യ സന്താന പൂർ അപ്പോൾ പോരേ ഇവിടെ ഇവൻ്റെ സ്വന്തം പേര് പോലും അവൻ മര്യാദക്ക് റീല് കണ്ടു തീർന്നാലും ഇവൻ്റെ പേര് വായിച്ചു തീരത്തില്ല. നീ ലോവറല്ലടാ, നീ ട്രൗസറാ. ആദ്യം പഠിത്തം, പിന്നെ മതി കണ്ടുപിടുത്തം കേട്ടോ. അയ്യോടാ ചമ്മിപ്പോയി. ചെമ്പത്തിപ്പൂവാനടുത്ത് തലവെക്കായിരുന്നു. നമ്മളെ കുറേ നാൾ കഴിയുമ്പോൾ ഈ വീഡിയോ വീണ്ടും കുത്തിപ്പൊങ്ങി വരും കേട്ടോ. ഈ കല്യാണ പ്രായമൊക്കെ ആകുമ്പോഴേക്കേ കൂട്ടുകാരൊക്കെ കുത്തിപ്പൊക്കൊണ്ട് വരും. അപ്പം മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ടെന്താണ്. പോയി 4 അക്ഷരം പഠിക്കാൻ നോക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. കൂടെ ഇരുന്നൊരു ഫോട്ടോ എടുക്ക്, തോളിൽ നോക്ക്, അന്നിടപ്പേ നടി വരുമേ, ടപ്പേ നടി വരുമേ, ടപ്പേ നടി കിട്ടാറായി. അരം കേറിയൊരു ഫോട്ടോ എടുക്ക്, തോളിൽ നിന്നും കൈകൾ നീണ്ടാൽ ടപ്പേ നടി വരുമേ, ടപ്പേ നടി വരുമേ, സിംഗിൾ ഫോട്ടോ പോയിക്കോട്ടെ. ആരുമില്ല ഇവനൊരു ടപ്പേന്നൊരടി കൊടുക്കാൻ. മിങ്കിള് ഫോട്ടോ പോയിക്കോട്ടെ, ഗ്രൂപ്പ് ഫോട്ടോ നമ്മൾ ഒന്നായി എടുത്തതും പോട്ടെ, പക്ഷേ എന്റെ ഫോട്ടോ പബ്ലിക് ആക്കി ബെഡ് കമന്റ്സ് നീ ഇട്ടെന്നാൽ ഇതിനാണ് അപ്പൊ അല്ലു അർജുൻ അറസ്റ്റ് ചെയ്തത്. ടപ്പേ നടി വരുമാനേ, ടപ്പേ നടി വരുമേ, ഡബ് ഡബ് ടപ്പേ നടി വരുമേ, കിസ് 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 അല്ലു അർജുന് ജാമ്യം കിട്ടി. അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നാ കേട്ടോ കേരളത്തിലേക്ക്. ടപ്പേന്ന് കിട്ടും നിനക്ക്. എല്ലാം അറിയും പുഷ്പക്കോ ചില കാര്യങ്ങൾ അറിയില്ല, അറിയിച്ചു തരാം. വിറക്കാറില്ല, തോൽക്കാറില്ല, കൊണക്കാറില്ല ഇതുവരെ. നിന്നിടുവാൻ പണ്ടേ തോന്നാറില്ല. എല്ലാം ഉണ്ട് സഫാന്, പാടാനുള്ള കഴിവില്ല. എല്ലാം ഉണ്ട് പുഷ്പക്ക് എന്നാ ചിലതോ ഇല്ല. ഇതുകൊണ്ട് അല്ലു പുല്ല് ജയിലിൽ കിടന്നാൽ മതിയായിരുന്നു. ഭയമേ ഇല്ല, ദുഃഖമില്ല. തന്തയില്ല. പുഷ്പ 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 പുഷ്പരാജ്. ഊഞ്ഞാല എന്നടാ പള്ളി വെച്ചെടുക്കെ. അടുത്ത് നോക്കട്ടെ. ഭാഗ്യൊന്നും പറ്റാഞ്ഞത്. മിന്നലേ മിന്നലേ കണ്ണിലേ നെഞ്ചിലേ സൊന്നനാ കണ്ണലേ ചക്കരേ ബാക്ക്ഗ്രൗണ്ട് സഫാന്റെ പാട്ട്. ചക്കരേ ചക്കരേ മെല്ലമായി ചല്ലമായി കുഞ്ചി നാടി പോയിട്ടുണ്ട്, ഉടല് പുറകെ വന്നതേ ഉള്ളൂ. ഇവനെന്നാടി ഇങ്ങനെ നടക്കുന്നത്? കള്ളം ചൊല്ലാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക്. என்னை மறந்து விட்டேன், இந்த உலகத்தில் நான் இல்லை, நான் இல்லை, உன்னை இழந்து விட்டால் இந்த மலரிலும் தேனில்லை, தேனில்லை. இது கனவா இல்லை நினைவா, என்னை கிள்ளி உண்மை தெளிந்தேன், உன்னை பார்த்தேன் தாய்மொழி மறந்தேன். രൂപശ്രീ അയച്ച വീഡിയോ അല്ല ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. രൂപശ്രീ അയച്ചു തന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ അയച്ചു തരുന്ന വീഡിയോ റീലാണെങ്കിൽ മാത്രമേ ഞാനത് സേവ് ചെയ്ത് വെക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. നിങ്ങളത് ഡയറക്റ്റായിട്ട് എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ എനിക്കത് ഫോണിലേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനത് സിസ്റ്റത്തിലേക്ക് സെൻഡ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആണ് ഞാൻ ഈ ഒരു പാട്ട് സേവ് ചെയ്തെടുത്തത്. എന്താണെങ്കിലും നന്നായിട്ട് പാടിയിട്ടുണ്ട്. കീപ് ഗോയിങ്.
റുബശ്രീയുടെ ഒരു ഫ്രണ്ട് കൂടി എനിക്ക് പാട്ട് അയച്ചു തന്നിരുന്നു. എന്താണെങ്കിലും സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ വരുന്നതായിരിക്കും. സോ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.